അസ്സാം വലൈക്കും വറഹമത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസുഹബി അജ്മൈൻ അമ്മാബാദ്. സാധാരണ പ്രഭാഷണങ്ങളിലും അതേപോലെ തന്നെ ഖുത്ബകളുടെയൊക്കെ തുടക്കത്തിൽ ചില പ്രത്യേക ആയത്തുകൾ അതിൻ്റെ മുഖവുരയിൽ പാരായണം ചെയ്യുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. അതിലൊരു വചനമാണ് സൂറത്തു അന്നിസായിലെ ഒന്നാമത്തെ ആയത്ത്. അത് സൂറത്തു നിസായിൻ്റെ ആദ്യത്തെ വചനമാണത്. യാ അയ്യുഹന്നാസു ഉത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. ഒന്നാമത്തെ ആയത്താണ്. വളരെ ചിന്തിക്കേണ്ട ആലോചിക്കേണ്ട കുറേ ആശയങ്ങളുള്ള ഒരായത്ത്. സത്യം പറയുകയാണെങ്കിൽ ഈ സൂറത്തിൽ വരുന്ന മൊത്തം പൊതു കാര്യങ്ങളെ ഈ ആയത്തിൽ പറഞ്ഞിട്ട് ഈ സൂറത്തിൻ്റെ ആദ്യാവസാനം വരെ ചെയ്യുന്നത് ഇതിൻ്റെ വിശദീകരണമാണ് യഥാർത്ഥത്തിൽ പറയുന്നത്. എല്ലാം അനന്തരാവകാശ നിയമങ്ങളെല്ലാം ഇതിൻ്റെ വിശദീകരണമായിട്ടാണ് വരുന്നത്. ഇവിടെ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നാണ് ജനങ്ങളോട് അള്ളാഹു ആവശ്യപ്പെടുന്ന കാര്യം. യാ അയ്യുഹന്നാസു ഉത്തഖൂ റബ്ബക്കും എന്നാണ്. എന്നിട്ട് അതിൻ്റെ ചില കാരണങ്ങൾ പറഞ്ഞു. അവൻ നിങ്ങളിൽ തന്നെ ഇണകളെ സൃഷ്ടിച്ചു തന്നവനാണ്, ഈ ഭൂമിയിൽ മുഴുവൻ അതിൽ നിന്ന് സന്താനങ്ങളെ വ്യാപിപ്പിച്ചവനാണ്. എന്നിട്ട് വീണ്ടും പറയുന്നു വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. നിങ്ങൾ ആരുടെ പേരിലാണോ പരസ്പരം ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അവന് നിങ്ങൾ എന്ത് ചെയ്യുക, സൂക്ഷിക്കുക എന്നാണ്. ഇത് വളരെ അധികം നമ്മളെ ആലോചിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അള്ളാഹു ചെയ്തു തന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണിത്. ഇപ്പോൾ നമ്മൾ ഒരാളോട് എന്ത് നമ്മൾ ചോദിക്കുമ്പോഴും സ്വാഭാവികമായും അയാൾക്ക് പ്രത്യേകമായ ഗുണമൊന്നും ലഭിക്കാത്ത എത്രയോ നന്മകൾ മറ്റുള്ളവർ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കടം ചോദിക്കുന്നു, അപ്പോൾ അയാൾ ആ കടം നമുക്ക് തരുന്നു, നമ്മളതിന് പലിശ കൊടുക്കുന്നില്ല, അതിനൊരു മെച്ചവും അയാൾക്ക് കൊടുക്കുന്നില്ല. അയാൾക്കത് നമ്മളിന്ന് കിട്ടുമോ കിട്ടില്ല എന്നൊക്കെയുള്ള ആശങ്കകൾ ഉണ്ടെങ്കിൽ പോലും അയാളത് തരുന്നു. എന്തുകൊണ്ട് തരുന്നത്? നമ്മൾ അയാളോട് ചോദിക്കുന്നൊരാവശ്യം നിരാകരിച്ചാൽ അതെന്ത് സംഭവിക്കും? അത് അള്ളാഹുവിന് ഇഷ്ടപ്പെടുമോ? അള്ളാഹുവിൻ്റെ അടുത്ത് നിനക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമോ? അള്ളാഹു എന്നോട് കോപിക്കുമോ? എന്നാലും ഒരു പടച്ചോനെ പേടി നമ്മൾ പറയില്ലേ, അത് നമ്മുടെ ഉള്ളിലുള്ളതാണ് എല്ലാ നന്മകൾക്കും നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ആ ഒരു ചിന്ത എല്ലാ മനുഷ്യരെ മനസ്സിലും ഉണ്ടാകുന്നത് നമുക്ക് നൽകുന്ന പ്രയോജനം എത്ര വലുതാണെന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരാൾ അയാളെ ജീവൻ നഷ്ടപ്പെടുത്തി മറ്റൊരാളെ രക്ഷപ്പെടുത്തുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പോൾ അതൊക്കെ എനിക്ക് എന്നെ സൃഷ്ടിച്ച പടച്ചോനോടൊരു കടപ്പാടുണ്ട്, ആ പടച്ചോൻ കാണുന്നുണ്ട്, ഇതെൻ്റെ ഒരു ബാധ്യതയാണ് എന്ന് ചിന്തിക്കുന്ന ആ ഒരു മനസ്സുണ്ടല്ലോ, അതാണ് ശരിക്കും നമ്മൾ ഒരാളോടൊരു കാര്യം ചോദിക്കുമ്പോൾ ശരിക്കും ചോദിക്കുന്നത് എന്താ അറിയോ? അസ്അലുക ബില്ലാഹി അൻ തഫ്അൽ അംറൽ ഫുലാനി. എന്താണ്? ഞാൻ നിന്നോട് അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ചോദിക്കുന്നു, നീ ഇന്നൊരു കാര്യം ചെയ്തു തരണമെന്നാണ്. ഇപ്പോൾ നമ്മളൊരാളോട് അത് പറയണില്ല എന്നുള്ളൂ. നമ്മളൊരാളോട് ഒരു കാര്യം ചോദിക്കുമ്പോൾ അയാൾ നമുക്കത് ചെയ്തു തരാൻ നമ്മൾ ആവശ്യപ്പെടുമ്പോൾ നമ്മുടെ ചോദ്യത്തിൽ എന്തുണ്ട്? അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന യഥാർത്ഥത്തിൽ ആ ചോദ്യത്തിലുണ്ട്. അത് കേൾക്കുന്നവൻ എന്ത് ചെയ്യുന്നുണ്ട്? മനസ്സിലാകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഈ ഒരു വിചാരമുണ്ടല്ലോ, ആ ഒരു അതാണ് നമ്മുടെ ജീവിതത്തെ സൂക്ഷ്മതയുള്ളതാക്കി തീർക്കുന്നത്. ആ അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധമാണ് നമ്മളെ സൂക്ഷ്മതയുള്ളതാക്കി തീർക്കാനുള്ള കാരണം. അതുകൊണ്ട് അതേ ബോധം തന്നെ വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം, അതേ ബോധം തന്നെയാണ് അള്ളാഹുവിനെ ആരാധിക്കുവാനും അവന് നന്ദി ചെയ്യുവാനും അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാനും തഖ്വയോടുകൂടെ ജീവിക്കുവാനും നമ്മളെ പ്രേരിപ്പിക്കേണ്ടതും ഇതേ ചിന്ത തന്നെയാണ്. അള്ളാഹു നമ്മളെ കാണുന്നു, അള്ളാഹു നമ്മളെ അറിയുന്നു, അള്ളാഹ് പറഞ്ഞ് ഞാൻ കേൾക്കേണ്ടതുണ്ട്, അള്ളാഹ് വിരോധിച്ച് ഞാൻ ചെയ്തുകൂടാ എന്നതാണ് നമ്മുടെ സൂക്ഷ്മതാബോധത്തിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ടാണ് തഖ്വ പാലിക്കണം എന്ന് പറയാൻ ഈ വചനം ഓതാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഇതിൽ കുടുംബ ബന്ധങ്ങളെക്കുറിച്ചും അതിൻ്റെ മഹത്വങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നു. ഈ ആയത്തിൻ്റെ വിശദീകരണമായിട്ടാണ് സത്യത്തിൽ ഈ സൂറത്തിൻ്റെ ആദ്യാവസാനം വരെയുള്ള വചനങ്ങളെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കാം. അള്ളാഹു നമുക്ക് തന്നൊരു മഹത്തായ അനുഗ്രഹമാണ്. മറ്റുള്ളവർ നമ്മളോട് പറയുന്ന കാര്യങ്ങളെ നമ്മൾ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ചെയ്തു കൊടുക്കാൻ ശ്രമിക്കാം. ആ അള്ളാഹുവിനെ കൂടുതൽ സൂക്ഷിക്കാനും അവൻ്റെ കൽപ്പനകൾ നിറവേറ്റാൻ നമ്മൾ കൂടുതൽ പരിശ്രമിക്കാം. അള്ളാഹു സഹായിക്കട്ടെ.